എല്ലാവർക്കും നമസ്തേ. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇപ്പം ഈ വേദിയിൽ നിൽക്കുന്നത്. മുന്നേ പലവട്ടം സരസ്വതി സ്കൂളിൽ ഞാൻ വന്നിട്ടുണ്ട്. അന്നൊക്കെ ഒരു കാഴ്ചക്കാരിയായിട്ട് അവിടെയാണ് ഇരുന്നുകൊണ്ടിരുന്നത്. കലോത്സവം കാണാനും ആനുവൽ ഡേ കാണാനും ഒക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് വളരെ സ്പെഷ്യലായിട്ടൊരു ദിവസമാണ്. ഇന്നിവിടെ 45ാമത്തെ ആനുവൽ ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ചീഫ് ഗസ്റ്റായിട്ട് എന്നെ ഇവിടെ ക്ഷണിച്ച് അങ്ങനെ ആണ് ഇവിടെ നിൽക്കുന്നത്. അതിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കേണ്ടത് മറ്റാരോടുമല്ല, ഹരിദാസ് സാറിൻ്റെ അടുത്താണ്. സാറിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിലൊരു ഉദ്ഘാടനം ചെയ്യുന്നത് സാറ് വഴിയാണ്. പണ്ട് UKG പഠിക്കുന്ന സമയത്ത് സാറ് പറഞ്ഞ പോലെ ഞാൻ അക്ഷരശ്ലോകം പഠിക്കുന്നുണ്ടായി. അപ്പം സാറിൻ്റെ മകള് ലക്ഷ്മി ചേച്ചിയാണ് അത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് അക്ഷരശ്ലോകത്തിൻ്റെ ഒരു യോഗത്തിന് ഏറ്റവും പ്രായം കുറഞ്ഞ ആളെന്നുള്ള നിലയ്ക്ക് സാറ് എന്നെ കൊണ്ടാണെന്ന് അത് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുമ്പം അതൊക്കെ ഇങ്ങനെ മനസ്സിലൂടെ പോവുമായിരുന്നു. പിന്നെ എൻ്റെ വെല്ലിച്ചൻ വിദ്യാനികേതൻ സ്കൂളിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. സാന്ദീപനി ശിശുമന്ദിരം എന്ന് പറഞ്ഞിട്ട് പെരുമ്പിളിച്ചറുള്ള സ്കൂളിന് വേണ്ടി. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത് അറിഞ്ഞിട്ടുണ്ട് വിദ്യാനികേതൻ സ്കൂളും മറ്റു സ്കൂളുകളും എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഇവിടെ പഠിക്കുന്ന എല്ലാവർക്കും തീർച്ചയായും അഭിമാനിക്കാം. ഇടുക്കി ജില്ലയിലെ തന്നെ മികച്ച ഒരു സ്കൂളിലാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളതിൽ നിങ്ങൾക്ക് തീർച്ചയായും അഭിമാനിക്കാം. അതുപോലെ തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഗൗരി, അവൾ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അവൾ ഈ സ്കൂളിനെ പറ്റി പറയാത്ത ഒരു ദിവസമില്ല. ഞങ്ങൾ തമ്മിൽ 10 കൊല്ലത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതിനിടയ്ക്ക് ദിവസം ഒരു വട്ടമെങ്കിലും ഈ സ്കൂളിനെ പറ്റിയും ഇവിടുത്തെ ടീച്ചേഴ്സിനെ പറ്റിയൊക്കെ എപ്പോഴും പറയും. അപ്പോൾ അതുകൊണ്ട് ഈ സ്കൂളിനോട് എനിക്ക് ഒരു ആത്മബന്ധമുണ്ട്. ഇവിടെ പഠിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു ആത്മബന്ധമുണ്ട്. അങ്ങനെ പിന്നെ ഇന്നെനിക്ക് പറയാനുള്ളത് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോടാണ്. നിങ്ങൾ എല്ലാ പരിപാടിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇന്നിവിടെ ആനുവൽ ഡേ കിഡ്സിൻ്റെ ആണ്. ഓക്കെ, നാളെയൊക്കെ ആയിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എല്ലാ പരിപാടിയിലും പങ്കെടുക്കുക. ഒരു സ്റ്റേജും നമ്മൾ വിട്ട് കളയരുത്. നമ്മുടെ വാസന എന്താണെന്ന് നമുക്ക് പല സ്റ്റേജിൽ കയറിയേ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ സ്റ്റേജ് ഫിയർ മാറാനും കോൺഫിഡൻസ് ഉണ്ടാകാനും ഒക്കെ ഈ പരിപാടികൾ നമ്മളെ വളരെയധികം സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ പേരൻസിനോടും പറയാനുള്ളത്, മക്കളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ആ കാര്യത്തിൽ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. സാറ് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വീട്ടിൽ നിറയെ ഡോക്ടർമാരാണ്. അച്ഛൻ ഡോക്ടർ, അമ്മ ഡോക്ടർ, ചേച്ചിമാർ ഡോക്ടർമാർ. പക്ഷേ ഒരിക്കൽ പോലും എല്ലാവരും അതുകൊണ്ട് എന്നെയും എക്സ്പെക്റ്റ് ചെയ്തു. ഞാനും ഡോക്ടർ ആവുമായിരിക്കും എന്നാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ ഒരിക്കൽ പോലും അവരുടെ ആഗ്രഹങ്ങൾ എൻ്റെ മേലെ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടേയില്ല.